പ്രത്യേകിച്ച് പരസ്യങ്ങളോ ബഹളങ്ങളോ ഒന്നും വേണ്ടാത്ത മലയാളത്തിലെ ഈ വർഷത്തെ ഉറപ്പുള്ളൊരു സിനിമ എന്ന് പറയുന്നത് ദൃശ്യം 3 ആണ്. കാരണം അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ദൃശ്യം 3യുടെ ഒരു പേര് കൊണ്ട് തന്നെ അത്യാവശ്യം ഫുള്ളാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തായാലും ഒഫീഷ്യൽ ടീസർ വരികയാണ്. അടിപൊളിയാണ്. ആ ടീസറിന്റെ ഫോട്ടോ ഒക്കെ കൊടുത്തേക്കുന്ന ഒരു പോസ്റ്ററൊക്കെ കൊടുത്തേക്കുന്ന കഴിഞ്ഞ ദിവസം വന്നതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഒഫീഷ്യൽ ടീസർ ഏപ്രിൽ 29 വൈകുന്നേരം 5 മണിക്കാണ്. നല്ലൊരു ടീസർ ആയിരിക്കും എന്നുള്ളത് സംശയമില്ല. ഒരുപാട് ബഹളങ്ങളൊന്നും ഇല്ലാതെ ദൃശ്യം 3 എങ്ങനെ തിയേറ്ററിൽ കാണണമെന്നൊന്നും ജിത്തു ജോസഫ് വിചാരിക്കുന്ന ആ രീതിയിലുള്ളൊരു ടീസർ തന്നെ ആയിരിക്കും. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എല്ലാവരും പടച്ചുവിടുന്നുണ്ട്. കാരണം മോഹൻലാൽ ഒരു മമ്മൂട്ടിയായിട്ട് നിൽക്കുന്ന ഒരു സീനുണ്ട്. ആ മമ്മൂട്ടിയായിട്ടുള്ള നിൽക്കുന്ന സീനിൽ വാഴയ്ക്കടുത്താണ്, അതായത് വാഴ എല്ലാം വെട്ടിമാറ്റി റെക്കോർഡുകളൊക്കെ തിരുത്താനാണ് ദൃശ്യം 3. അങ്ങനെ വന്നാലും അതിശയപ്പെടാനൊന്നുമില്ല. കാരണം ആദ്യത്തെ 50 കോടി മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്ന ചിത്രമാണ് ദൃശ്യം 1. ദൃശ്യം 2 OTTയിൽ വന്നു എന്നതേ ഉള്ളൂ. ദൃശ്യം 3 ഈ പറഞ്ഞ പരസ്യവാചകങ്ങളൊന്നുമില്ലാതെ തന്നെ എല്ലാ ബുക്കിങ്ങും റെക്കോർഡുകളും ഒക്കെ തകർക്കാൻ കെൽപ്പുള്ളതാണ് ദൃശ്യം 3. ഗംഭീര സിനിമയായാലും പിന്നെ പറയേണ്ട, പല റെക്കോർഡുകളും വഴിമാറും എന്നുള്ളത് ഉറപ്പാണ്.